ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരി മസാലയാണ്. പൂരി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി 2 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് റവയാണ്. റവ ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. റവ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. അതിനുശേഷം നമുക്കിവിടെ 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത ശേഷം നമുക്ക് നനച്ചെടുക്കാം. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കാം. അധികം വെള്ളത്തിൻ്റെ അംശം കൂടുതലാക്കി ചപ്പാത്തിക്ക് നനയ്ക്കുന്ന പോലെ നനയ്ക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു കട്ടിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നനഞ്ഞു കഴിഞ്ഞാലും കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിക്ക് നനയ്ക്കുന്ന ആ ഒരു പാകത്തിന് ഒരിക്കലും പൂരിക്ക് നനയ്ക്കരുത്. കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കേണ്ടതുണ്ട്. കണ്ടോ, ഇതുപോലെ കട്ടിയായിട്ട് കിട്ടണം. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിത് റെസ്റ്റിന് വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ മാർദ്ദവം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഉണ്ടകൾ ഉണ്ടാക്കാം. അപ്പോഴേക്കും ഒരു കാര്യം ചെയ്യാം. നമുക്ക് മസാല തയ്യാറാക്കാനുള്ള കിഴങ്ങ് വേവിച്ചെടുക്കാം. 2 കിഴങ്ങ് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. തൊലിയോടുകൂടി നമ്മൾ വേവിക്കാൻ നേരത്തെ എപ്പോഴും വൃത്തിയായിട്ടൊന്ന് കഴുകണം കേട്ടോ. അതിനുശേഷം കുക്കറിലിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ നേരം കൊണ്ടിട്ട് നമുക്ക് ഒരു 20 മിനിറ്റിനൊക്കെ കഴിഞ്ഞു. ഈ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് നല്ലപോലെ മാർദ്ദവമായി വന്നിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളാക്കി മാറ്റിവെക്കാം. പരത്തുന്നതിന് മുമ്പായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഈ പ്ലേറ്റിലേക്കാണ് നമ്മൾ ഒന്നൊന്നായിട്ട് പരത്തി വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തലും ചുടലും ഒരുമിച്ച് ഒരിക്കലും ഈ ഒരു പൂരിയിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വറുത്തെടുക്കുകയല്ലേ, അതുകൊണ്ട് പൊരിച്ചെടുക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോ ഉരുളകളും എടുത്ത് ഇത്തിരി കട്ടിയിൽ, ചപ്പാത്തി പരത്തുന്ന അത്ര നൈസായിട്ടല്ല, ഇത്തിരി കട്ടിയിൽ നമുക്ക് പരത്തി മാറ്റി വയ്ക്കാം. ഒന്നൊന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കട്ടിയിൽ തന്നെ പരത്താൻ ശ്രമിക്കണം. എണ്ണ തടവി വെക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പരത്തുമ്പോൾ കുറച്ച് പൊടി ഇടുന്നുണ്ടല്ലോ. അപ്പോൾ പൂരിക്ക് എപ്പോഴും പൊടി ഇട്ട ശേഷം പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് ആ പൊടി എണ്ണയിലായിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ എണ്ണ തടവി ഇങ്ങനെ ഒന്നൊന്നായിട്ട് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൂരികൾ എല്ലാം നമുക്ക് ഒന്നൊന്നായിട്ട് പരത്തിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഇതുപോലെ കറക്കി പരത്തിയെടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, അവരുടെ വശം പോലെയാണ്. ചിലർ കുറച്ച് ടൈം എടുക്കും പരത്തിയെടുക്കാനായിട്ട്, ചിലർക്ക് ഈസി ആയിട്ട് പറ്റും. അത് നമ്മുടെ പ്രാക്ടീസ് പോലെ ഇരിക്കും. അപ്പോൾ എല്ലാം നമ്മൾ പരത്തിയെടുത്ത് വെച്ചു. ഇനി നമുക്ക് കിഴങ്ങ് വെന്തോന്ന് നോക്കാം. കിഴങ്ങ് ഏകദേശം വേവായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മസാല തയ്യാറാക്കി വെക്കാം. കിഴങ്ങ് വെന്തതെല്ലാം തോല് കളഞ്ഞെടുത്തു. ഇനി ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മളൊരു കടായി എടുക്കാം. കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ് ഇട്ടിരിക്കുന്നത്. സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ്, മീഡിയം സൈസ് ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. വെള്ളമില്ലാതെ നല്ല പോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. സവാള ഒരുപാട് വഴങ്ങിയൊന്നും കിട്ടണ്ട കേട്ടോ, നല്ല ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഞാനിവിടെ ഫ്രോസൺ ആണ് എടുത്തിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ നല്ലത് എപ്പോഴും ഇത്തരം കറികൾക്ക്. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അധികം മസാലപ്പൊടികളൊന്നും നമ്മൾ ഈ ഒരു പൂരി മസാലയുടെ കറികൾക്ക് ചേർക്കാറില്ല. മല്ലിയില അത്യാവശ്യം നന്നായിട്ട് ചേർക്കേണ്ടതുണ്ട്. മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഒരു ഗ്രേവി ടൈപ്പാണ് ഈ കറി വരുന്നത്. ആദ്യം നമ്മൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്.
വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് വേവിക്കാം. ഗ്രീൻ പീസിന് കുറച്ച് വേവ് ബാക്കി നിൽക്കുന്നുണ്ട്. ഫ്രോസൺ ആണെങ്കിൽ കൂടിയും നമുക്ക് കുറച്ച് വേവൊന്ന് ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ മസാലയും കിഴങ്ങും എല്ലാം കൂടി ചേർന്ന് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു ഗ്രേവി ടൈപ്പാണ് ഈ കറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നോക്കി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിനൊക്കെ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അളവ് കയറി നിൽക്കണം. കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നല്ലപോലെ തിളപ്പിച്ചിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ഏകദേശം നമ്മുടെ മസാല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല അടുപ്പ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം, വറുത്ത് കോരാം. അതിന് വേണ്ടിയിട്ട് മറ്റൊരു കടായി വയ്ക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അകം കട്ടിയുള്ള കുഴിയനായ ചീനച്ചട്ടിയോ കടായിയോ ആണ് ഏറ്റവും ഉത്തമം കേട്ടോ. ചീനച്ചട്ടി, വലിയ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, ഇരുമ്പിൻ്റെ. നമ്മളിതാ ഇവിടെ ഇപ്പം എല്ലാം പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് ഇനി ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തവി വെച്ച് ഇങ്ങനെ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ കൊമളച്ച് വരാനായിട്ട് വളരെ ഈസി ആയിരിക്കും. കണ്ടോ, എല്ലാ ഭാഗവും നല്ല പോലെ കൊമളച്ച് വന്നു. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അധികം മുരിയാനായിട്ടോ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആവാനായിട്ടോ കാത്തു നിൽക്കരുത്. ഒന്ന് ജസ്റ്റ് ഒരു ഗോതമ്പിൻ്റെ നിറം നമുക്ക് അതിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പൂരി മസാല എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പൂരി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു അരിപ്പക്കയിൽ വെച്ച് കോരിയെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് ഒരു പാത്രത്തിലേക്ക് പകർന്നാൽ ഇതിൽ ബാക്കി നിൽക്കുന്ന എക്സസ്റ്റ് നിൽക്കുന്ന ഓയിൽ അതിൽ പിടിച്ചോളും. അടുത്തതും അതുപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പരത്തി വെച്ച ശേഷം നമുക്കിങ്ങനെ പൊരിച്ചു കോരാനായിട്ട് ഈസി. നേരത്തെ പരത്തി വെക്കാൻ പറയുന്നതിൻ്റെ കാര്യം അതാണ്. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. തവി വെച്ച് ഒന്ന് പതുക്കെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് കൊമള പോലെ ആയിട്ട് വരാനായിട്ട് ഈസിയാണ് കേട്ടോ. ഈസി ആയിട്ട് അത് കൊമള പോലെ വരും. മറിച്ചിടുക. ഞാൻ 2-3 എണ്ണം ആവർത്തി കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചൂടോടെ തന്നെ നമുക്കിത് ഉപയോഗിക്കണം. എപ്പോഴും പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ അത് രസം ഉണ്ടാവില്ല. ഈ കൊമളയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മസാലയും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ രുചികരമാണത്. ചൂടോടെ കഴിക്കുമ്പോൾ ഉള്ള ഒരു സ്വാദൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ കൊമള പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ തീയുടെ അളവ് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടേ. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും തീയുടെ അളവൊന്ന് കൂടും. അപ്പോൾ നമ്മൾ വേഗം അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എങ്കിൽ കൂടിയും നമ്മുടെ ചാനലിലെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.